ഹലോ വെൽക്കം ബാക്ക് ഗായ്സ്. ഇന്നത്തെ ഇന്റർവ്യൂവിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് LIK എന്ന സിനിമയെ പറ്റിയാണ്. ദാറ്റ് ഇസ് ലവ് ഇൻഷുറൻസ് കമ്പനി. ആൻഡ് നമ്മുടെ കൂടെ അബി റിവീൽസ് ആണ് വന്നിരിക്കുന്നത്. സ്വാഗതം. ആൻഡ് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അതാണ് ഡയറക്ടർ വിഘ്നേഷ് ശിവൻ. നമുക്കെന്നാ റിവ്യൂ സ്റ്റാർട്ട് ചെയ്താലോ. കൃതി ഷെട്ടി എങ്ങനെയുണ്ടായിരുന്നു? കൃതി ഷെട്ടിനെ കാണാൻ നല്ല രസമായിരുന്നു. ഓരോ കോസ്റ്റ്യൂംസിൽ എന്ത് ചേലായിരുന്നു കാണാൻ. പക്ഷെ വായ തുറന്നു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി പോയി. ഇതിനകത്ത് കൊടുത്തിട്ട് ഡയലോഗ്സ് വല്ല ഓർമ്മയുണ്ടാ? ഹലോ മൈ ക്യൂട്ട് ഇട്ട് ബൺ പൊറോട്ട, അത് സമൂസ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ്, ഇതൊക്കെ ഡയലോഗാണ്. അത് ക്യൂട്ടായിരിക്കും. ക്യൂട്ടല്ല, ക്രിഞ്ച്. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? LIKയുടെ സ്റ്റോറി നല്ല ബെസ്റ്റ് സ്റ്റോറിയാണ് കേട്ടോ. LIK എന്നൊരു ആപ്പ് ഉണ്ട്. യെസ്, ഫ്യൂച്ചറിസ്റ്റിക് കോൺസെപ്റ്റ്. ആ ആപ്പിന്റെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആണിന്റെയും പെണ്ണിന്റെയും അവരുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ആപ്പാണ്. സ്കോർ ചെക്ക് ചെയ്യുന്ന ആപ്പ്. എക്സാക്ട്ലി. അവർ രണ്ടുപേരും കൈ ഇങ്ങനെ കോർത്ത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കോർ കാണിക്കും. ആ ഒരു നിമിഷമാണ് നമ്മുടെ നായകനും നായികയും അവർ കടുത്ത പ്രണയത്തിലാവുന്നത്. കടുത്ത പ്രണയത്തിലെ പീക്ക് ടൈമിലാണ് നമ്മുടെ നായികയ്ക്ക് ഒരു ആഗ്രഹം വരുന്നത് അവരുടെ ലവ് സ്കോർ ഒന്ന് ചെക്ക് ചെയ്താലോ എന്ന്. അങ്ങനെ നായകനും നായികയും ചുമ്മാ അവരുടെ സ്കോർ അങ്ങ് ചെക്ക് ചെയ്യുന്നു. അപ്പൊ ആപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു സ്കോറാണ് 3%. സയന്റിഫിക്. ആ 3% കാണുമ്പോൾ നായകന് പൊട്ടിത്തെറി. നായികക്ക് ബ്രേക്കപ്പ് വേണം. നായികക്ക് ആപ്പിലാണ് കൂടുതൽ വിശ്വാസം, അവനെ അല്ല വിശ്വാസം. കോൺഫ്ലിക്റ്റ്. അങ്ങനെ നായിക ബ്രേക്കപ്പ് പറഞ്ഞു പോകുന്നു. നായകൻ ഈ ആപ്പിനെതിരെ പോരാടുന്നതാണ് ഈ സിനിമയുടെ ഗംഭീരമായ കഥ. എന്ത് കഥ അടിയത്? ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാലോ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ്, കാണാൻ പോകുന്നവർ പ്ലീസ്, അതിനകത്തൊരു ഹാലോവിൻ സീക്വൻസ് ഉണ്ട്, അത് മനസ്സിൽ വെച്ച് തന്നെ കാണുക. ഈ ഒരു ഹോൾ സിനിമയിൽ നോക്കിയ ഏറ്റവും ഒരു വെറുപ്പീര സീക്വൻസ് അതാണ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ നായിക ഒരു ഹാലോവിൻ ഷോന് പോവാണ്. പക്ഷെ നായികയ്ക്ക് ഭയങ്കര ഭംഗിയായതുകൊണ്ട് നായകനെ കാണുമ്പോൾ ആർക്കും പേടി വരില്ല. അപ്പൊ നായികയുടെ ആഗ്രഹം എന്താണ്? അവളെ പേടിപ്പിക്കുന്ന രൂപത്തിലാക്കുക. അപ്പൊ നായകൻ എന്ത് ചെയ്യും? കൈ അങ്ങ് വെട്ടും. അതിനകത്ത് ചോര എടുത്ത് നായികയുടെ മുഖത്തേക്കും. എന്നിട്ട് നായികയ്ക്ക് പറ്റില്ല. നായികക്ക് ഇനിയും ആൾക്കാർ അവളെ കണ്ട പേടിക്കണം. അപ്പൊ നായിക എന്ത് ചെയ്യും? നായിക ചോദിക്കും കുറച്ച് നഖം തരുമോന്ന്. അപ്പൊ നായകൻ എന്ത് ചെയ്യും? നായകനെ സ്വന്തം കടുത്ത സുഹൃത്തിന്റെ നഖം കടിച്ച് പറിച്ചെടുത്തിട്ട് നായികയെ കൊടുക്കും. അപ്പൊ നായിക പറയുന്നത് ഇത് വേണ്ട. ഇമാതിരി തരന്നാഴുന്ന, നമുക്ക് പോലും ട്രാജഡി ആയെന്ന് തോന്നുന്ന തരത്തിലുള്ള കുറെ കോമഡിയാണ് ഈ ഒരു സിനിമയിൽ. ഓഡിയൻസ് ചിരിച്ച് പാപ്പാങ്ക. ഓഡിയൻസ് ചിരിച്ചല്ല, ഓഡിയൻസ് ട്രോളി ചിരിച്ച്. കണ്ടിന്യൂ. സിനിമയുടെ ടെക്നിക്കൽ സൈഡ് അനിരുദ്ധ്, പിന്നെ അതേപോലെ രവിവർമ്മന്റെ വിഷ്വൽസും ഗംഭീരമായിരുന്നു. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ്, ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, ഇതിന്റെ കോസ്റ്റ്യൂം ഡിസൈൻ, ഇതിന്റെ VFX, CG എല്ലാവരും നല്ല ആടിപ്പൊളി വർക്കാണ് ചെയ്തിരിക്കണം. പക്ഷേ ഇതിന്റെ സ്ക്രിപ്റ്റ് ഒരു വകയ്ക്ക് കൊള്ളൂല. എനിക്കൊന്നും സുത്തമ പിടിക്കില്ലടാ. സെക്കൻഡ് ഹാഫ് എങ്ങനെയുണ്ടായിരുന്നു? സെക്കൻഡ് ഹാഫിനെ പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാത്തതാണ് നല്ലത്. സെക്കൻഡ് ഹാഫ് ഒരു രീതിയിൽ സഹിക്കാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫ് എങ്ങനെയും കണ്ടിരിക്കാന്നെങ്കിലും പറയാം. സെക്കൻഡ് ഹാഫ് സഹിക്കാനേ പറ്റില്ല. സെക്കൻഡ് ഹാഫ് എങ്ങനെയും പടം തീർന്നു കിട്ടിയാൽ മതി എന്നൊരു പ്രാർത്ഥനയായിരുന്നു. ഞാൻ ഒരു നിമിഷം കൂടെ നിൽക്കാൻ മാട്ടെ സാർ, ഞാൻ പോറെ. സാരല്ല, കം ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഫൈനൽ വേർഡിക്റ്റ് സ്വന്തം റിസ്കിൽ കാണുക. എനി ഓൾട്ടർനേറ്റീവ്? OTTയിൽ ഇപ്പോൾ മസ്തിഷ്ക മരണം, അതേപോലെ ഗഗനാചാരി എന്ന ഫ്യൂച്ചറിസ്റ്റിക് സിനിമകളുണ്ട്. അത് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് വർത്ത് ഓഫ് യുവർ ടൈം എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണം. താങ്ക് യു ഫോർ യുവർ ടൈം. ഇപ്പോഴൊരു മനസ്സുഖം. താങ്ക് യു.